ദൈവത്തിന് സ്തുതി. എല്ലാ വിശ്വാസി സമൂഹങ്ങളും നമ്മുടെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ വിശ്വാസികളായിട്ടിരിക്കുന്ന എല്ലാവർക്കും ഈ ഉപവാസ കാലത്തിൽ ഞാൻ ദൈവത്തിന് വന്ദനം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ വീണ്ടും ഒരു പുതിയൊരു അധ്യായത്തിലേക്ക്, പുതിയൊരു വചനത്തിലേക്ക് നമ്മൾ ചിന്തിക്കുന്ന ഒരു അവസരമാകുന്നല്ലോ. ഈ സമയത്ത് നമ്മൾ മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 28 തൊട്ട് 32 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് രണ്ട് പുത്രന്മാരുടെ ദൃഷ്ടാന്തം നമ്മൾ യേശുക്രിസ്തു പറയുന്നത്, അദ്ദേഹത്തിൻ്റെ സേവനകാലത്ത് അദ്ദേഹം ഇതിനെപ്പറ്റി നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതിനെപ്പറ്റി അല്പം ചിന്തിക്കാം. ഒരു പിതാവിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരു പുത്രനോട് പിതാവ് പറയുന്നു, നീ എൻ്റെ മുന്തിരിത്തോപ്പിൽ പോയി നീ ഇന്ന് വേല ചെയ്യുവാന്ന് പറയും. അപ്പം ആ മകൻ ഉടനെ തന്നെ പറയുന്നു, അപ്പാ ഞാൻ പോകില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പശ്ചാത്തലം ഉണ്ടായി. അദ്ദേഹം ഉണ്ടല്ലോ അവിടെ പോയി വേല ചെയ്തു. പക്ഷേ അതോടൊപ്പം തന്നെ അപ്പൻ വേറൊരു മകൻ രണ്ടാമത്തെ പുത്രനോട് പറഞ്ഞു, മകനെ നീ പോയി മുന്തിരിത്തോപ്പിൽ പോയി വേല ചെയ്യുക. അദ്ദേഹം തിരസ്കരിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ പോകാമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം പോയില്ല. അപ്പം ഈ ദൃഷ്ടാന്തമാണ് ഇന്ന് നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്. ഇന്ന് യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട പോയിൻ്റ് ഇവിടെ ഇതാണ്. നമ്മൾ ഇതിനെപ്പറ്റി വിശ്ലേഷണം ചെയ്യേണ്ടതാണ്. എന്താണ് ഈ ആദ്യം പറഞ്ഞ മകനാണോ ശരി, രണ്ടാമത്തെ മകൻ പറഞ്ഞ ഉത്തരമാണോ ശരി? ഇന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകാൻ സാധിക്കുന്നത്, ആദ്യത്തെ മകൻ അപ്പൻ പറഞ്ഞ ആദേശത്തിന് അദ്ദേഹം പറഞ്ഞ ആജ്ഞയ്ക്ക് വിരുദ്ധമായിട്ട്, ഒരു ഓർഡറിന് വിരുദ്ധമായിട്ട് അദ്ദേഹം സംസാരിച്ചെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് പശ്ചാത്താപം ഉണ്ടായി. ആ പശ്ചാത്താപത്തിനെ അദ്ദേഹം തിരുത്തി അദ്ദേഹം അവിടെ പോയി പണി ചെയ്തു. അപ്പോൾ ഈ പിതാവ് എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ മുൻപിൽ നിൽക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ യേശു ക്രിസ്തുവും യഹോവയാണ്. ഈ പിതാവിൻ്റെ ഓർഡറാണ് നമുക്കിന്ന് നമ്മുടെ ബൈബിളിലെ വചനങ്ങൾ രൂപത്തിൽ കൂടി നമ്മുടെ കിട്ടിയിരിക്കുന്നത്. ഈ രൂപത്തിൽ കിട്ടിയിരിക്കുന്ന ഈ വചനങ്ങൾ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ വചനങ്ങളെല്ലാം നമ്മൾ സ്വീകരിക്കുകയും വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. പഠനം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് പ്രാബല്യത്തിൽ വരുമ്പോൾ നമ്മളതിനെ സ്വീകരിക്കുന്നില്ല, അതിനെ നടപ്പിലാക്കുന്നില്ല. പക്ഷേ പിന്നീട് നമ്മൾ പശ്ചാത്തപിക്കുമ്പോൾ നമ്മളത് നടപ്പിലാക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ യഹോവ യേശുക്രിസ്തു ഇതിൻ്റെ അകത്ത് പറയുന്നത് മുൻപോട്ട് അതിനെ അടിസ്ഥാന ആ കാലഘട്ടത്തിൽ പലിശ കൊടുക്കുവാനും അതോടൊപ്പം തന്നെ വ്യഭിചാരികളായിട്ടുള്ള സ്ത്രീകളാണ് ഏറ്റവും വലിയ പാപം ചെയ്തുകൊണ്ടിരുന്നത്. ആ വ്യഭിചാരികളും പലിശ കൊടുപ്പുകാരും ഉള്ള ഈ വ്യക്തി, പലിശ അന്യായമായിട്ട് വെട്ടിച്ച് പലിശ മേടിക്കുന്ന ആൾക്കാർ, അവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ചാലും പോലും നമുക്ക് ആ സ്വർഗരാജ്യത്തിൽ എത്താൻ പറ്റത്തില്ല. എന്തുകൊണ്ടെന്നാൽ ആ സമയത്ത് യോഹന്നാൻ സ്നാപകൻ അദ്ദേഹം വന്ന് ഇസ്രയേലിൻ്റെ മരുഭൂമിയിലും കാടുകളിലും എല്ലായിടത്തും ചെന്ന് നടന്ന് അദ്ദേഹം ഒച്ചത്തിൽ വായ വെച്ച് അദ്ദേഹം പ്രചരിപ്പിച്ച് നമുക്കിത് കാണാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ അദ്ദേഹം ഒച്ചത്തിൽ പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടുവീൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ നിങ്ങൾ മാനസാന്തരപ്പെടുവീൻ. അപ്പം പറഞ്ഞ അദ്ദേഹം യേശുക്രിസ്തു വരുന്നത് യഹോവയായിട്ട് യഹോവ നമ്മുടെ യേശുക്രിസ്തുവായിട്ട് വരുന്നത് അദ്ദേഹം വരുന്ന ആ വഴികൾ ഒഴുക്കി കൊടുക്കുമായിരുന്നു അദ്ദേഹം. അപ്പം അദ്ദേഹം പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സുവിശേഷത്തിനെ ആരൊക്കെ സ്വീകരിച്ചോ അതിൻ്റെ അകത്ത് ആ സമയത്ത് കൂടുതലും സ്വീകരിച്ചത് ഈ പലിശ കൊടുപ്പുകാരും വേശ്യകളായിട്ടുള്ള ആൾക്കാർ. അവർ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിച്ചു. പക്ഷെങ്കിൽ രണ്ടാമത്തെ മകൻ അവിടെ എന്താണ് പറഞ്ഞ അപ്പനോട്, അപ്പാ ഞാൻ പോകാം, പക്ഷെ പോയില്ല. രണ്ടാമത്തെ മകൻ വാക്ക് കൊടുത്തിട്ട് വാക്ക് പാലിച്ചില്ല. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മളെല്ലാം കാണുന്നത് ഇത് തന്നെയാണ്. എന്താണെന്നറിയാമോ? നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ അപ്പൻ നമുക്ക് വാക്ക് തന്നു, അപ്പന് നമ്മൾ വാക്ക് കൊടുക്കുന്നു. ഈ ബൈബിളിലെ പ്രകാരം ഈ കുമ്പസാരത്തിൽ കൂടെയും ഈ ഉപവാസത്തിൽ കൂടെയും ഈ പ്രാർത്ഥനയിൽ കൂടെയും നമ്മളെല്ലാവരും പറയുന്നു, ഞാൻ ദേഷ്യപ്പെടുവില്ല, ഞാൻ മറ്റുള്ളവരെ ദുഷിച്ചു പറയുവില്ല, മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ഹാനികരമായിട്ട് ചിന്തിക്കാറില്ല, മറ്റുള്ളവർക്ക് വേണ്ടി ഹാനികരമായിട്ട് പ്രവർത്തിക്കാറില്ല എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് നേരെ തിരിച്ചാകുന്നു. ആ കാലഘട്ടത്തിലും ഇസ്രായേൽ ജനങ്ങളിലുള്ള ശാസ്ത്രിമാരും പരീക്ഷന്മാരും അവർ റിലീജിയൻസിനെ കൊണ്ടു നടക്കുന്നവരാണെന്ന് അവർ അഭിനയിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തികളായിരുന്നു. ആ വ്യക്തികൾ അഭിനയം മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ ഉള്ളാൽ അവർ ദൈവ
ദൈവത്തെ അറിയാതും വിശ്വസിക്കാതും ജീവിച്ചവരാണ്. അപ്പോൾ ദുള്ളാൽ അവർ വിശ്വസിക്കാതെ ജീവിച്ചതുകൊണ്ട് അവർ മാനസാന്തരപ്പെടാൻ പറ്റിയില്ല. ദൈവത്തിൽ പൂർണ്ണ വിശ്വാസം അവർക്കുണ്ടായില്ല. അതുകൊണ്ട് അവർ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചില്ല. യേശുക്രിസ്തു ദൈവമാണെന്ന് അവർ മനസ്സിലാക്കിയിട്ട് പോലും അവർ അദ്ദേഹത്തിനെ വിശ്വസിച്ച് അതിൻ്റെ പിൻഗാമിയായി മാറിയില്ല. അങ്ങനെ ഒരു പശ്ചാത്താപം ഇല്ലാത്ത ഒരു ജീവിതത്തിലാണ് അന്ന് പരീക്ഷണ ശാസ്ത്രികളും. ഇന്ന് നമ്മുടെ ജീവിതവും അത് തന്നെ. ആ രണ്ടാമത്തെ മകനെ പോലെ നമ്മളെല്ലാവരും നമ്മൾ വാക്കുകൾ കൊടുക്കുന്നു, പക്ഷേ വാക്കുകളിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കാത്ത ഒരു വ്യക്തികളായി മാറുന്നതുകൊണ്ട് നിശ്ചയമായിട്ടും നമുക്ക് പറ്റുന്ന കുഴപ്പങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാത്തവരായി, യേശുക്രിസ്തുവിനെ വിശ്വസിക്കാത്തവരായി, യേശുക്രിസ്തുവിനെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന വാക്കുകളും വചനങ്ങളും പ്രകാരം യേശുക്രിസ്തു രണ്ടാമത് വരുന്നു എന്ന് നമ്മളോട് പറഞ്ഞിട്ട് പോലും നമ്മൾ മനസ്സാന്തരപ്പെടാത്ത ഒരവസ്ഥയിലാണ് നമ്മൾ തീരുന്നതുകൊണ്ട് നിശ്ചയമായിട്ടും നമുക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് വളരെ പ്രയാസമുണ്ടാവും. അന്ന് ആ കാലഘട്ടത്തിലുണ്ടായത് തന്നെ ഈ പ്രയാസം ഈ സമയത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ യോഹന്നാൻ സ്ഥാപകൻ പറഞ്ഞ പോലെ മാനസാന്തരപ്പെടുകയും സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ രണ്ടാമത്തെ വരവ് യേശുക്രിസ്തുവിൻ്റെ ഉണ്ട്. അതാണ് നമ്മൾ ഇന്ന് വിശ്വസിക്കേണ്ടത്. ഇന്നത്തെ ഈ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഈ കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കേണ്ട വിഷയം ഇതാണ്. ഈ യേശുക്രിസ്തു വരാൻ പോകുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും നമ്മളെ തന്നെ നമ്മുടെ അഭിനയങ്ങൾ കാണിക്കാതെ നമ്മുടെ യഥാർത്ഥ നമ്മൾ റിലീജിയൻസായിട്ട് നമ്മൾ യഥാർത്ഥ സ്പിരിച്വൽ ലൈഫ് നമ്മൾ ജീവിച്ചുകൊണ്ട്, യഥാർത്ഥ വചനപ്രകാരം നമ്മൾ ജീവിച്ചുകൊണ്ട്, വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചുകൊണ്ട് നമ്മളെ തിരുത്തിയെടുക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഈ ഉപവാസം നമുക്ക് പ്രയോജനമായി തീരത്തുള്ളൂ. അതർവൈസ് നമ്മൾ ആ പരീക്ഷന്മാരും അശാസ്ത്രികളെ പോലെ നമ്മൾ അഭിനയത്തിൽ കൂടെ നമുക്ക് എന്തെല്ലാം ജീവിക്കാമെന്ന് ചിന്തിച്ച് നമ്മൾ മോഹിച്ച് നമ്മൾ നടക്കും. പക്ഷേ എത്തും പിടിയും കിട്ടാതെ നമ്മൾ ആ പറയുന്ന ലാസറിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ ലാസർ സ്വർഗരാജ്യത്തിൽ അബ്രഹാമിൻ്റെ ഇസാഖിൻ്റെ യാക്കോബിൻ്റെ മടിയിൽ അവർ ഇരിക്കുന്നത് ആ ധനവാൻ കാണുന്നത് പോലെ തന്നെ ആ ധനവാൻ ആ സമയത്ത് മാനസാന്തരപ്പെട്ട് കഴിഞ്ഞ് ധനവാൻ ആവശ്യപ്പെടുന്നു, എൻ്റെ സഹോദരന്മാർ പലരും അതേ രീതിയിൽ അന്യായമായിട്ട് ജീവിക്കുന്നു, അദ്ദേഹത്തിനെ ചെന്ന് പറയേണ്ട ഒന്ന് കോൺഷ്യസ് ചെയ്യുവാന്ന്, അല്ലെങ്കിൽ അതേവരെ പറഞ്ഞ് മനസ്സിലാക്കുക, നിങ്ങളും ഈ ജീവിതത്തിൽ വ്യത്യാസപ്പെടണം. ആ വ്യത്യാസപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു അവസരം നമുക്കില്ലാതെ പോകും. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ ഒരു അവസരത്തിൽ ഈ വചനത്തിൽ കൂടി നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മുടെ പിതാവ് നമുക്ക് തന്നിരിക്കുന്ന വചനപ്രകാരം ആ രണ്ടാം മകനെ പോലെ നമ്മളായിത്തീരാതെ, നമ്മൾ ആദ്യത്തെ മകനെ പോലെ നമ്മൾക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ പശ്ചാത്തപിച്ച് നമ്മളെ തന്നെ പരിഷ്കരിക്കുക, നമ്മളെ പരിവർത്തനം ചെയ്യുക, മനസ്സ് മാറ്റിയെടുക്കുക നമ്മളെ ആവശ്യമായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ നോയമ്പ് സമയത്ത് നമ്മളെല്ലാം മനസ്സ് മാനസാന്തരപ്പെട്ട് നമ്മൾ ഈ സമയത്ത് യഥാർത്ഥ കുമ്പസാരവും യഥാർത്ഥ പ്രാർത്ഥനയിൽ കൂടി നമ്മളെ പരിവർത്തനം ചെയ്തെടുക്കണം എന്നുള്ള പ്രാർത്ഥനയോ ആഹ്വാനത്തോടുകൂടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ ഇതിനുള്ള ഈ ഒരു നോയമ്പ് സമയത്ത് ഞങ്ങളെ ആ രണ്ടാമത്തെ മകനെ പോലെ ആയിത്തീരാതെ ആദ്യത്തെ മകൻ്റെ കൂട്ടം ഞങ്ങളുടെ ചെയ്തു പോയിട്ട് തെറ്റുകുറ്റങ്ങളെല്ലാം ഞങ്ങളെ ക്ഷമിച്ചുകൊണ്ട് വീണ്ടും ഞങ്ങളെ ആ നവീകരണത്തിൻ്റെ ജീവിതത്തിൽ ശുദ്ധീകരണത്തിൻ്റെ ജീവിതത്തിലേക്ക് ആക്കി തീർത്തെടുത്തുകൊണ്ട് ഞങ്ങളെ ഈ പറയുന്ന യോഹന്നാൻ സ്ഥാപകൻ ഞങ്ങളോട് പറഞ്ഞതുപോലെ മാനസാന്തരപ്പെടുകയും നീ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നത് ആ ഒരു വചനം ഞങ്ങളുടെ തലച്ചോറിൽ ഞങ്ങൾക്ക് കയറിയിട്ട് അതും പ്രകാരം ഞങ്ങളെ തിരിച്ചെടുക്കുക, ഞങ്ങൾ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരത്തിൽ ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങൾക്ക് പോകാനായിട്ടുള്ള യോഗ്യരാക്കി തീർക്കുവാനായിട്ട് നിൻ്റെ കൃപയെ അനുഗ്രഹം ആശീർവാദം ഞങ്ങൾക്ക് ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിലേക്ക് കാണാം. നമസ്കാരം, നന്ദി.